ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിന്നൂസ് കിച്ചൺ. ഇന്നത്തെ വീഡിയോ ബട്ടർ പേപ്പർ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ്. ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയൊന്നും വേണ്ട. നമുക്ക് വീട്ടിൽ A3 അല്ലെങ്കിൽ A4 പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇതേപോലെ നമ്മൾക്ക് നൈസായിട്ട് നമ്മുടെ കൈക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഈ ഉള്ള ബട്ടർ പേപ്പർ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. നമുക്കപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് വീഡിയോയിലൂടെ നോക്കാം. ബട്ടർ പേപ്പർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് കേക്ക് ഉണ്ടാക്കുന്ന പാനാണ്. ഇതിപ്പോൾ 9 ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ. നമ്മൾ ബട്ടർ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പേപ്പർ എടുക്കണം. A3 അല്ലെങ്കിൽ A4 പേപ്പർ നിങ്ങൾ ഏതെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ 4ആയിട്ട് മടക്കണം പേപ്പറിനെ. ഇതിപ്പോൾ ഞാൻ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി വീണ്ടും ഇതിനൊന്നുകൂടെ മടക്കി 4ആക്കി. എല്ലാ സൈഡും കറക്റ്റായിരിക്കണം. എല്ലാ സൈഡും ഒരുപോലെ വെച്ച് ഇതേപോലെ മടക്കിയെടുക്കുക. നിങ്ങൾ മടക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡ് വേണം വെക്കാനായിട്ട്. സെൻറ്ററിലായിട്ട് പാനിൻ്റെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആ സൈഡ് എടുക്കരുത്. എന്നിട്ട് ആ സെൻറ്ററിൽ വെച്ചും കൊണ്ട് എൻഡ് പിടിച്ചിട്ട് കേക്ക് പാനിൻ്റെ എൻഡ് പിടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കുക, കോൺ മാതിരി. കോൺ മാതിരി ഇതേപോലെ മടക്കി എടുത്തും കൊണ്ട് ഒരു സിസേഴ്സ് എടുത്ത് താഴെ ആ പാനിൻ്റെ എൻഡ് ഇല്ലേ, കേക്ക് പാനിൻ്റെ എൻഡ്, അതിൻ്റെ എൻഡ് വെച്ചിട്ട് കോണിന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പം ഇപ്പം നിങ്ങൾക്ക് മുകൾ സൈഡും കൂടെ കവറായി വരുന്ന ബട്ടർ പേപ്പറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പേപ്പർ താഴെ വിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ ഞാൻ നടുക്കത്തെ ഭാഗത്തിന് വേണ്ടി മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഇതേപോലെ കോണായിട്ട് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മളെ കൊണ്ട് കഴിഞ്ഞു. ബട്ടർ പേപ്പർ റെഡിയായി. ഇതിന് ഓപ്പൺ ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഇതേപോലെ നമുക്ക് കിട്ടും. നമ്മളെ കൊണ്ട് റെക്റ്റാങ്കിളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷേ സർക്കിൾ അങ്ങനെയല്ല, സർക്കിളിന് നമുക്ക് കട്ട് ചെയ്ത് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടത് ഓയിലാണ്. അപ്പം ഞാൻ കുറച്ച് ഓയിൽ കേക്കിൻ്റെ ആ പാനിലും പേപ്പറിലും കൂടെയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തോളുക. ഇതേപോലെ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പേപ്പർ വെച്ച ശേഷം വീണ്ടും ആ പേപ്പറിൻ്റെ മുകളിലും കൂടെ ഒന്ന് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ പുരട്ടി കൊടുക്കാം. കണ്ടോ, ഇതേപോലെ കിട്ടും. എന്നിട്ട് ഇതിൻ്റെ മുകളിലും കൂടി ഇന്ന് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ പുരട്ടി കൊടുക്കുക. നിങ്ങൾക്ക് സൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലെങ്ത് കൂട്ടി എങ്ങൊന്ന് കോണിന് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ പാനിൻ്റെ എൻഡ് വെച്ചിട്ട് ജസ്റ്റ് കുറച്ചും കൂടെ വിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ, കോൺ ഷേപ്പിന്. കണ്ടോ, ബട്ടർ പേപ്പർ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കേക്കിന് ചെയ്യുന്ന ടൈമിൽ വേണമെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു കുറച്ച് പേപ്പർ ഒരു 10-20 പേപ്പർ ഇതേപോലെ ചെയ്ത് വെച്ചിരിക്കുവാണെങ്കിൽ നമുക്കത് ഡ്രൈ ആയിട്ടും ഇരിക്കും. നമുക്ക് പെട്ടെന്ന് അതെടുത്ത് കേക്ക് ചെയ്യുമ്പോഴത്തേക്കും റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ പിന്നെ പേപ്പർ കട്ട് ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് ഡ്രൈ ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ ഓയിലെല്ലാം ഒന്ന് ഞാൻ മാറ്റിയെടുക്കുവാണേ. ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്നൊന്നും അതേപോലെ തന്നെ കിട്ടും നമുക്ക്. കണ്ടോ, ഇതേപോലെ കിട്ടും. നമുക്ക് ചേർത്ത് വെച്ചിട്ട് വേണമെങ്കിലും കട്ട് ചെയ്ത് ഒരു 3-4 പേപ്പർ ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്താൽ മതി. നിങ്ങളും അപ്പോൾ ഇനി കേക്ക് ഉണ്ടാക്കാൻ നേരം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്താൽ മതി. കാശൊന്നും കൊടുത്തിട്ട് വാങ്ങാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. So thanks for watching.